ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 2. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. ജാതികൾ കലഹിക്കുന്നത്, വംശങ്ങൾ വൃതമായത് നിരൂപിക്കുന്നത് എന്ത്? യഹോവയ്ക്ക് അവൻ്റെ അഭിഷിക്തനു വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹാസിക്കുന്നു. ഹല്ലേലൂയാ. ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും നമ്മൾ അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക എന്ന് പറയാണ്. ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും. ദൈവമക്കളെ, ഈ ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും ഏത് കെട്ടുകളാണ് പൊട്ടിക്കുന്നത്, ഏത് കയറുകളാണ് എറിഞ്ഞു കളയുന്നത് ദൈവമക്കളെ? ഹല്ലേലൂയാ. ഉൽപ്പത്തിയിൽ ദൈവം പറയുന്നുണ്ട്, നമ്മളുടെ സ്വരൂപത്തിൽ നമ്മളുടെ ചായലിലും മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കാമെന്ന്. കർത്താവിൻ്റെ സ്വരൂപത്തിലും കർത്താവിൻ്റെ ചായലിലാണ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾക്കൊരു DNA ഉണ്ട്. ആ DNAനെയാണ് ഇവർ പൊട്ടിച്ചു കളയാൻ നോക്കുന്നത്. ഹല്ലേലൂയാ. അതാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ സംഭവിച്ചത്. ഹല്ലേലൂയാ. ഇത് എത്ര പേര് മനസ്സിലാക്കിയിട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പുതിയ നിയമം വായിക്കുമ്പോൾ, അതിൽ അപ്പോസ്തലന്മാരുടെ ബുക്ക് വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നില്ലേ എന്ന്. അപ്പോൾ ഈ ശരീരമെന്ന ഈ മന്ദിരത്തെ പൊട്ടിച്ച് കളയുവാനാണ് അവർ ഇടയ്ക്ക് നോക്കിയത്. ഹല്ലേലൂയാ. ചെയ്തു അവർ. ഈ ഭൂമിയിൽ അവർ നടപ്പിച്ചു. 4 ദൈവം മുദ്രയിട്ട് വെച്ചിരിക്കുന്നവനെ അവർക്ക് തൊടാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയാ. ദൈവം മുദ്രയിട്ട് വെച്ചിരിക്കുന്നവർ ഭദ്രമായി സുരക്ഷിതമായി മന്ദിരത്തെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയാ. അധർമ്മമൂർത്തി വെളിപ്പെടാത്ത മുന്നിൽ ആദ്യം വിശ്വാസ വഞ്ചന സംഭവിക്കും മനുഷ്യനിക്ക്. ഈ ഭൂമിയിൽ വെളിപ്പാട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ആ വിശ്വാസ വഞ്ചന ഈ കഴിഞ്ഞിടയ്ക്കെല്ലാം സംഭവിച്ചു ഈ ഭൂമിയിൽ. ഹല്ലേലൂയാ. ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും നമ്മൾ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയുക എന്ന് പറയാണ്. ദൈവത്തിന് നമ്മൾക്കുള്ള DNA അവർ പൊട്ടിച്ചു കളഞ്ഞാൽ പിന്നെ ദൈവത്തെ ആരും അന്വേഷിക്കില്ല, മറന്നു പോകും. അങ്ങനെ സാത്താൻ്റെ പുറകെ എല്ലാവരും പോകും. അതാണ് ഈ ഭൂമിയിൽ കഴിഞ്ഞിടയ്ക്ക് നടന്നത്. നിറയെ പേര് വീണുപോയി. വിശ്വാസത്തോടെ വൈരാഗ്യത്തോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവമക്കൾ അവൻ്റെ മന്ദിരത്തെ കാത്തു സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ പൂർണ്ണമായി കാത്തു സൂക്ഷിച്ച് അവൻ്റെ ആത്മാവിനെ മന്ദിരത്തെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കാണ്ട് ദൈവത്തിന് സമർപ്പിച്ച് അവർ അങ്ങനെ ഇരിക്കാൻ ഈ ഭൂമിയിൽ ധൈര്യമായിട്ട്. ഹല്ലേലൂയാ. ഇന്ന് പലരും ദൈവമക്കളാന്ന് പറഞ്ഞവരെല്ലാം വിശ്വാസ വഞ്ചനയിൽ വീണുപോയിട്ട് മന്ദിരത്തെ പൊളിച്ചിട്ടിട്ട് തൊള്ളയിട്ടിട്ടിരിക്കുകയാണ്. അവർക്ക് എത്ര വലിയ ശിക്ഷ കിട്ടാൻ പോകണമെന്ന് വെളിപ്പാട് ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഹല്ലേലൂയാ. ഇത് അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണ് ദൈവമക്കളെ. ഇനി ലോകത്ത് അധിക സമയമില്ല. പൗലോസ്തലൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യകാലമാണ്. അന്തിക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പം തന്നെ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയാ. ആദ്യം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് പോവും, ജീവനോടെ ഇരിക്കുന്ന നാമോ രൂപാന്തരപ്പെടുന്നു പൗലോസ്തലൻ 2000 വർഷത്തിന് മുന്നിൽ പറഞ്ഞു. അപ്പം തന്നെ ഇത് അന്ത്യകാലമാണ്. ഇതെന്ത് കാലം? അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണ്. ഹല്ലേലൂയാ. എൻ്റെ പുത്രനെ അന്ത്യകാലത്ത് തന്നെ ഭൂമിയിലേക്ക് അയക്കും ദൈവം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ജനിക്കുമ്പോൾ തന്നെ അന്ത്യകാലമാണ്. ഇത് അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണ്. ഇനി ലോകത്ത് അധികം സമയമില്ല ദൈവമക്കളെ. നമ്മൾ ഒരുങ്ങണം. ഹല്ലേലൂയാ. നമ്മളെ തന്നെ നമ്മൾ വിശുദ്ധീകരിച്ച് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് ധൈര്യമായിരിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടും ദൈവമക്കളെ.
ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.